വാഴ്ത്തുപാട്ടുകൾ പലരെയും കുരുക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ന് ജഗദീഷ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ജഗദീഷിന് വിനയാകുമോ എന്നാണ് ഞാനിപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം വെച്ചിട്ട് ആലോചിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ജെന്യുവിനായ ഒരു കോൺഗ്രസ്സുകാരനാണ് ജഗദീഷ്. അതായത് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഏതാണ്ട് കോൺഗ്രസ് തോൽക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും പോയിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. 42 അടുത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കോൺഗ്രസ്സുകാരനാണ് ജഗദീഷ്. അപ്പോൾ അത്തരം ഒരു ജഗദീഷിലേക്ക് സ്വാഭാവികമായും വന്നു ചേരേണ്ട ചില പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ഈ സർക്കാരിൻ്റെ കാലത്ത്. പക്ഷേ നമുക്കറിയാം, വി ഡി സതീശൻ വിരുദ്ധ ഗ്രൂപ്പുകളും ഉള്ളതാണ് കോൺഗ്രസ്. അപ്പം ഇയാളുടെ ആളാണ് എന്നതുകൊണ്ട് മറ്റെല്ലാവരും ചേർന്ന് വെട്ടാനുള്ള സാധ്യത എത്രത്തോളം എന്നാണ് ഞാനിതിനകത്ത് വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് കോൺഗ്രസ് MLA-മാരുടെ ഒരു സ്വീകരണ യോഗം കണ്ടു. അതിൽ പങ്കെടുത്ത 4 കോൺഗ്രസ് MLA-മാരിൽ 3 പേർ മുഖ്യമന്ത്രി വി ഡി സതീശനെ പരാമർശിക്കുകയില്ലാതെ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ KC വേണുഗോപാലിന് കൊടുക്കുന്നത് കണ്ടു. മറുപക്ഷത്ത് വി ഡി സതീശൻ്റെ പക്ഷമുള്ള പൊന്നാനി MLA വന്നപ്പോൾ അദ്ദേഹത്തിന് വി ഡി സതീശൻ കുറിച്ച് മാത്രമായിരുന്നു വാചാലമാകാനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ എത്തിച്ചേരും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ മലയാളികൾക്കിടയിൽ റെസ്പെക്റ്റുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇത്തരം വാഴ്ത്തുപാട്ടുകൾ പാടുമ്പോൾ അതിന് കുറച്ചും കൂടി നേരത്തെ ഇവർ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ ഒരു സൂക്ഷ്മതയൊക്കെ ആവാം എന്നെനിക്ക് തോന്നുന്നു. അത് സാധാരണ കോൺഗ്രസ് അണിയുടെയോ UDF അണിയുടെയോ നിലവാരത്തിലേക്ക് പോകേണ്ടതില്ല. കാരണം ഇപ്പോൾ ഈ ഗ്രൂപ്പൊക്കെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും കോൺഗ്രസ്സുകാർക്കിടയിൽ ഒരു സതീശൻ തരംഗമുണ്ട്. സതീശൻ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കണ്ടു നോക്കൂ, പിണറായി വിജയൻ കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അത്തരം നിലവാരത്തിലേക്ക് പോകാതെ കുറച്ചുകൂടി ഉയർന്നു നിന്ന് സംസാരിക്കാൻ, അത് വെറുതെയല്ല, അക്കാദമിക്കായി പോലും കഴിയുന്ന ആളാണ് ജഗദീഷ്. അദ്ദേഹം ആ നിലവാരത്തിൽ നിൽക്കുകയായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്.